നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് സുഡാപ്പികളുടെ രഥോത്സവം. സരിൻ 8 നിലയിൽ പൊട്ടിയതോടെ CPM-ന്റെ വായിൽ നിന്ന് വരുന്ന പച്ച വർഗീയതയാണ് ഇത്. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം പടരുന്നത് ഈ ഒരു ക്യാപ്സൂളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ട് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇത് പറയാൻ CPM-ന് എന്ത് യോഗ്യതയാണുള്ളത്? SDPI-യുടെ വോട്ടും കൊണ്ട് ഇവർ ജയിച്ച ചരിത്രമില്ലേ പലയിടത്തും? ഇപ്പോഴും പല പഞ്ചായത്തുകളിലും ഇവർ അധികാരത്തിൽ നിൽക്കുന്നത് ഇവരുടെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ? എന്നിട്ടാണ് SDPI ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്ന് ഇവർ പറയുന്നു. എന്നാൽ ഇവർ പറഞ്ഞിരിക്കുന്ന ആ വർഗീയതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി കത്തിപ്പടരുന്നത്. CPM-ന് തെറ്റിപ്പോയി. പാലക്കാട്ട് രഥോത്സവം നടക്കുമ്പോൾ സുഡാപ്പികൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ചേർന്നാണ് ആ ഒരു മഹത്തായ അല്ലെങ്കിൽ ദൈവികമായ കാര്യത്തിൽ പങ്കെടുക്കുന്നത്. രഥോത്സവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഒരു വർഗീയത CPM-ന്റെ പല ഗ്രൂപ്പുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വർഗീയത ഇപ്പോൾ പടച്ചുവിട്ടിരിക്കുന്ന ഫാക്ടറി പോരാളി ഷാജിയുടേതാണ്. പോരാളി ഷാജി ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: പാലക്കാട് കണ്ട വിജയാഹ്ലാദ പ്രകടനങ്ങളിലേറെയും സുഡാപ്പികളുടേതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPI-യുടേത്. ജന്മനാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത സിദ്ധിച്ച, ഒരേ സമയം കോൺഗ്രസിലും അതേസമയം തന്നെ BJP-യുടെ ആശയ പ്രചരണങ്ങളിലും ചാഞ്ചാടി നിൽക്കുന്ന, മധ്യ തിരുവിതാംകൂർ തൊട്ട് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി നിലകൊള്ളുന്ന ക്രിസംഗികൾ ഇതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. BJP-യുടെ കോട്ടയിൽ നിന്ന് പോലും അവരുടെ വോട്ട് ഷെയർ ഇത്ര ഭീകരമായി കോൺഗ്രസിന് എങ്ങനെ കിട്ടിയെന്നറിയാനും കൗതുകമുണ്ട്. ഇതിനോടൊപ്പമാണ് പോരാളി ഷാജി കുറിച്ചിരിക്കുന്നത് പാലക്കാട് സുഡാപ്പികളുടെ രഥോത്സവമെന്ന്. കൽപ്പാത്തി രഥോത്സവം അത് പാലക്കാട്ടുകാരുടെ മാത്രമല്ല, മുഴുവൻ കേരളത്തിന്റെയും ഒരു വലിയ ഉത്സവം തന്നെയാണ്. എല്ലാ ജില്ലകളിൽ നിന്നും ആ സമയത്ത് അവിടെ ആളുകൾ എത്താറുണ്ട്. അതിന് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പങ്കുചേരുന്ന ഒരിടമാണ്. എന്നാൽ അതിനെ പോലും ഇപ്പോൾ വർഗീയതയുടെ കാർഡിറക്കി സരിൻ തോറ്റതിന് ക്യാപ്സൂളായി ഉപയോഗിക്കുകയാണ്. എന്ത് കഷ്ടമാണ്! യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും CPM-ന്റെ ഈ വർഗീയത വിളമ്പുന്ന നാവ് അരിഞ്ഞു വീഴ്ത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ ഭയപ്പെടുകയാണ്. ഈ വർഗീയത, അതായത് BJP-യേക്കാൾ കൂടുതൽ വർഗീയത പറയുന്നത് ഇപ്പോൾ CPM ആണ്. അതുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തലയിൽ കൈവയ്ക്കുകയാണ്. ഈ പാർട്ടി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്, പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ട്. വടകരയിലും ഇതേ കാർഡ് തന്നെയല്ലേ ഇവർ ഇറക്കിയത്? കാഫിർ സ്ക്രീൻഷോട്ട് പ്രയോഗം കൊണ്ട് ടീച്ചറമ്മയെ 8 നിലയിൽ പൊട്ടിച്ചു വിട്ടില്ലേ അവിടെ? പാലക്കാട് സരിൻ ജയിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്രത്തോളം പ്രഹസനങ്ങളാണല്ലോ സരിൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം പാലക്കാട് ഈ CPM-കാർ കാണിച്ചു കൂട്ടിയത്. നീല ട്രോളിയൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് മറക്കുന്നതല്ല. ഇത് മാത്രമല്ല, സരിൻ മുന്നേറുന്നു എന്നുള്ള ഒരു പത്രപരസ്യം, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഇവർ? ആ വാർത്തയിൽ പച്ച വർഗീയതയല്ലേ പറഞ്ഞത്? സിറാജിലും സുപ്രഭാതത്തിലുമാണ് ആ വാർത്ത വന്നത്. പക്ഷെ ദേശാഭിമാനിയിൽ ആ വാർത്ത ഉണ്ടായിരുന്നില്ല. സരിനെ തോൽപ്പിച്ചത് CPM-കാർ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ പോരാളി ഷാജി പറഞ്ഞതിലെ ചില കാര്യങ്ങൾ എടുത്ത് ഞാൻ പറയുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPI-യുടേത്. എന്നു മുതലാണ് ഈ പോപ്പുലർ ഫ്രണ്ടും SDPI-യും ഒക്കെ CPM-ന് തീണ്ടിക്കൂടാത്ത പാർട്ടികളായത് അല്ലെങ്കിൽ സംഘങ്ങളായത്? ഈ SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ വോട്ടുകൾ കൊണ്ട് ജയിച്ച എത്രയോ സ്ഥലങ്ങളുണ്ട് CPM-ന്. ആലപ്പുഴയിലും പത്തനംതിട്ടയിലെയും CPM-ൽ വലിയ പൊട്ടിത്തെറിയാണ്. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? അതായത് CPM-ഉം SDPI-യും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്ന ഒരു പറ്റം ആൾക്കാർ CPM-നെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വലിയൊരു വിഭാഗം CPM-ൽ നിന്ന് മാറിപ്പോയിരുന്നു. അതിന്റെ ഒരേ ഒരു കാരണം SDPI-യുമായുള്ള ഇവരുടെ ബന്ധമായിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിൽ? അവിടെയും സജി ചെറിയാൻ ജയിച്ചതിൽ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയവർ ഈ SDPI അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് SDPI-യുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത്? ഈ പറയുന്ന കോൺഗ്രസിന് SDPI ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ധാരാളം പോകുന്നുണ്ട്. അതൊക്കെ ആർക്കാണ് അറിയാത്തത്? പക്ഷേ അവരെ അളക്കുമ്പോൾ അതിന് യോഗ്യതയുള്ളവരായിരിക്കണം അവരെ വിമർശിക്കേണ്ടത്. അല്ലാതെ ഇതേ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി നക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതിൽ എന്ത് നട്ടെല്ലാണുള്ളത്?
വർഗീയതയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന സമീപനമല്ലേ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത്? ആ പാരമ്പര്യവും ആ ചരിത്രവും ഒന്നും വിളമ്പിക്കരുത് ആരെക്കൊണ്ടും. കാരണം അത് പാർട്ടിക്ക് തന്നെ, CPM-ന് തന്നെ ക്ഷീണമുണ്ടാക്കും. ഇപ്പോൾ CPM-ന്റെ വലിയ ഒരു ക്യാപ്സൂളാണ്, അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത്. ചേലക്കരയിലെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വ്യക്തമായി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ചേലക്കരയിൽ 39,500 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ 12,000 വോട്ടുകളിലേക്ക് അത് ഇടിഞ്ഞിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ ചേലക്കര തിരിച്ചു കിട്ടിയത് അത് പ്രദീപിന്റെയും കെ രാധാകൃഷ്ണന്റെയും പ്രവർത്തന മികവ് കൊണ്ടാണ്. അവിടെ പിണറായി വിജയന് വലിയ റോളില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ ഇവർ ക്യാപ്സൂൾ ഇറക്കുന്നത്? വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതാണ്. ഈ വർഗീയത പറഞ്ഞിട്ടാണ് ഇപ്പോൾ CPM പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് പലയിടത്തും. എത്ര വർഗീയ വിഷം തുപ്പുന്ന വാക്കുകളാണ് CPM-ൽ നിന്ന് ഈ അടുത്ത കാലത്തായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. വടകരയിൽ ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ചത് ഈ കാഫിർ സ്ക്രീൻഷോട്ടാണ്. ആ വിവാദമായിരുന്നു. അവിടെയാണ് ശൈലജ ടീച്ചർക്ക് കാലിടറിയത്. അതിന് കാരണക്കാർ ഈ CPM അല്ലേ? അവർ പറഞ്ഞ വർഗീയതകളല്ലേ? പാലക്കാടും ഇത് തന്നെയാണ് സംഭവിച്ചത്, മറിച്ചല്ല. തോറ്റിട്ടും വായിൽ നിന്ന് വരുന്നത് വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളാണ്. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം നിറയുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ്, അതായത് പാലക്കാട് സുഡാപ്പികളുടെ രഥോത്സവം എന്ന്. എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇവർ വേർതിരിച്ച് കാണുന്നതെന്ന് നോക്കുക. മതം പറയരുത്, ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്നിപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. എത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട് ഈ പ്രസ്ഥാനം എന്നുള്ളത് ഇതിന് തെളിവല്ലേ? ഇത് അധിക കാലമൊന്നും ഇങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകില്ല. പിണറായി വിജയൻ അധികാരത്തിൽ കയറിയത് മുതലല്ലേ CPM-ന് വർഗീയതയുടെ ഒരു മുഖം വന്നത്? കഴിഞ്ഞ ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ 8.5 വർഷത്തെ കേരളത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെയാണ് പിണറായി വിജയനും കാണിക്കുന്നത്. അതായത് മതങ്ങളെ തമ്മിലടിപ്പിച്ച് ഇവർക്ക് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കണം. അതാണ് ഇപ്പോഴത്തെ CPM-ന്റെ ഒരു ശൈലി. VS-ഓടുകൂടി കമ്മ്യൂണിസം ഇല്ലാതായി എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പിണറായിയുടെ കാലത്ത് കമ്മ്യൂണിസം ഒന്നുമില്ല. ചേലക്കരയിൽ UR പ്രദീപ് ജയിച്ചു കയറിയതോടുകൂടി ഇപ്പോൾ വലിയ ഒരു ക്യാപ്സൂള് ആഘോഷപൂർവ്വം സൈബർ ഇടങ്ങളിൽ ഈ CPM കൂട്ടർ പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പാലക്കാടും ചേലക്കരയിലും ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നാണ്. ആ വോട്ടില്ലാതെയാണ് ഞങ്ങൾ ജയിച്ചു കയറിയത് എന്ന്. ഈ പിണറായി വിജയൻ എപ്പോഴാണ് വർഗീയത പറയാതിരുന്നിട്ടുള്ളത്, കാണിക്കാതിരുന്നിട്ടുള്ളത്? SDPI-യും പോപ്പുലർ ഫ്രണ്ടുമായൊക്കെ തോളത്ത് കൈയിട്ട ബന്ധമായിരുന്നല്ലോ പിണറായി വിജയന് ഉണ്ടായിരുന്നത്, ഇപ്പോഴും പലയിടങ്ങളിലും ഉള്ളത്. VS എതിർത്തിട്ടും മദനിയെ റാലിയിലേക്ക് കൊണ്ടുവന്നതാരാണ്? ഇതിന്റെയൊക്കെ പേരിലല്ലേ VS-യുമായി ഉടക്കിയത്? കൂടുതലൊന്നും പറയണ്ട. മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയതാരാണ്? അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരെ രക്ഷപ്പെടുന്നതിന് സഹായിച്ചത് ആരാണ്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ആലപ്പുഴ CPM-ന്റെ ഈറ്റില്ലമാണ്. എന്നാൽ അവിടെയാണ് CPM-ൽ ഏറ്റവും കൂടുതൽ അടിപൊട്ടി നിൽക്കുന്നത്. വലിയ ഒരു വിഭാഗമാണ് CPM-ൽ നിന്ന് കൊഴിഞ്ഞു പോയത്. അത് ഈ SDPI ബന്ധമുള്ളത് കൊണ്ടാണ്. അതിനെ ചോദ്യം ചെയ്തവർക്കെതിരെയാണ് പാർട്ടി നടപടിയെടുത്തത്. അവരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അതായത് നല്ല കമ്മ്യൂണിസ്റ്റുകളെ ചവിട്ടി പുറത്താക്കിയെന്ന്. അത് ഈ SDPI ബന്ധമുള്ളത് കൊണ്ടാണ്. പത്തനംതിട്ടയിലും ഇത് തന്നെയാണ് അവസ്ഥ. CPM-ൽ കൂട്ടയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാലക്കാട് സരിൻ തോറ്റെങ്കിൽ അത് ഈ CPM-ന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM നില മെച്ചപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും CPM-ന് മുന്നിൽ ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. BJP-യെ ചെറുക്കുന്നത് തങ്ങളാണെന്ന് വാദിച്ചിരുന്ന CPM-നേറ്റ തിരിച്ചടിയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഉജ്ജ്വല വിജയം. സ്വന്തം പാളയത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് CPM കോൺഗ്രസിൽ നിന്നും മറുകണ്ഠം ചാടിയെത്തിയ P സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്. സരിൻ വന്നതോടുകൂടി വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാം എന്നൊക്കെയാണ് CPM-ഉം ഇടതുപക്ഷവും കണക്ക് കൂട്ടിയത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് കണക്ക് കൂട്ടിയ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പോലും CPM-നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈമൈ മറന്നായിരുന്നു മണ്ഡലത്തിൽ പ്രചരണം. പക്ഷേ ചില സമയങ്ങളിൽ പ്രചരണം പാളിപ്പോയി. അതാണ് എടുത്തു പറയേണ്ടത്. സരിൻ വന്നതോടുകൂടി ആകെ ഒരു മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി LDF-ന് നേടാനായത് 860 വോട്ട് മാത്രമാണ്.
2021 36,433 വോട്ട് നേടിയ LDFന് ഇത്തവണ കിട്ടിയത് 37,293 വോട്ടാണ്. ഈ 860 വോട്ടുകൾ നേടാൻ വേണ്ടിയാണോ സരിനെ കൊണ്ടുവന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഒരുപക്ഷെ പ്രാദേശികമായി മറ്റൊരു നേതാവിനെ കളത്തിൽ ഇറക്കിയിരുന്നെങ്കിൽ ഇതിലും മികച്ച ഒരു പ്രകടനം നടത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് ചില CPM നേതാക്കളും അണികളും ഒക്കെ തന്നെ അടക്കം പറയുന്നത്. സരിനെ സ്വീകരിച്ചതിന്റെ പേരിൽ സൈബർ ഇടങ്ങളിലടക്കം പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു. ഇത് മാത്രമല്ല, പാർട്ടിയിൽ പോലും സരിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു. MP രാജേഷ് ഒക്കെ വളരെ എതിർപ്പാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രകടിപ്പിച്ചത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നില കാണിക്കില്ലെന്ന് പറഞ്ഞ സരിൻ 3-ാം സ്ഥാനത്തേക്കെത്തി. പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ പോലും 2-ാം സ്ഥാനത്ത് പോലും എത്താൻ സരിന് കഴിഞ്ഞില്ല. അങ്ങനെ വലിയ തിരിച്ചടിയാണ് പാലക്കാട്ടുകാർ സരിന് കൊടുത്തത്. ഒന്നാമത്തേത്, സരിൻ തന്റെ പ്രസ്ഥാനത്തെ ചതിച്ച് ഇടതിലെത്തി എന്നുള്ളതാണ്. ഇടതിലെത്തിയതിനു ശേഷം എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഈ സരിൻ കാണിച്ചു കൂട്ടിയത്. അതിനെല്ലാം കുടപിടിക്കാൻ CPM-ഉം കൂടെ നിന്നു. ഒരുമാതിരി കോമാളിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അത്തരത്തിൽ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, CPM-നോടുള്ള ഭരണവിരുദ്ധ വികാരം ഉറപ്പായും CPM-കാർ കാണിച്ചിട്ടുണ്ട്. അവരുടെ അധികാരം ഉപയോഗിച്ച് തന്നെ. അവിടെയാണ് സരിൻ വെട്ടേറ്റു വീണത്. അതിന്റെ കൂടെ ചെല്ലുന്നിടത്തെല്ലാം വർഗീയത കൂടി CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചു. ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് സരിൻ ഉണ്ടാക്കിയത്. സരിനെന്നല്ല, CPM-നുണ്ടാക്കിയത്. അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഇപ്പോൾ CPM അനുഭവിച്ചിരിക്കുന്നത്. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വർഗീയതകൾ ജനങ്ങൾ അത് ഓർത്തുവെക്കും, അവർ മറക്കില്ല. നിങ്ങളുടെ മതേതരത്വ മുഖമുണ്ടല്ലോ, ഞങ്ങൾ മതം പറയില്ല, ജാതി ചോദിക്കില്ല, മനുഷ്യനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന CPM-ന്റെ തനി നിറം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടി ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.